വടക്കാഞ്ചേരിക്കാരെ, നിങ്ങൾ അറിഞ്ഞ സിൽക്ക് ഗാർഡനിൽ ഒരു ഗംഭീര സംഭവം നടക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞുതരാം. എല്ലാ വസ്ത്രങ്ങളും വൻ വിലക്കുറവിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. സിൽക്ക് ഗാർഡൻ ലൊക്കേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറയാണ്, കേരള ഗ്രാമീൺ ബാങ്കിന്റെയും മദ്രാസ് ഹോട്ടലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സിൽക്ക് ഗാർഡൻ. ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ടോ? 1000 കണക്കിന് കോടി രൂപ ചെലവഴിച്ചത്രേ. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല, നിങ്ങളെങ്ങാനും കണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിൽ പിന്നെയും പറയും, ഇനി 3ാം തവണയും LDF ഭരണം. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോദി സർക്കാർ, BJP എന്ത് ചെയ്തു? അന്നം, അരി 35 കിലോ ഫ്രീ. കാലം ഇത്രയായി. വെള്ളം, ജൽജീവൻ മിഷൻ ആ വീട്ടിൽ വെച്ചിട്ടുണ്ടാവാം, ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടാകും. ഒരു പെട്ടി കോട്ട തല തിരിച്ചാൽ ശബ്ദം മാത്രമേ വരൂ. വെള്ളം ചാർജ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ കുറ്റമല്ല. നമ്മൾ കൊടുക്കേണ്ട പൈസ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കേണ്ടത് കേരള സർക്കാർ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി NDA സർക്കാർ അധികാരത്തിൽ വരണമെന്നും ജനങ്ങൾ മുന്നണികൾക്കൊപ്പം അണിനിരന്നു കഴിഞ്ഞുവെന്നും വടക്കാഞ്ചേരി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ഇടതു വലതു മുന്നണികളുടെ കുപ്രചരണങ്ങൾ തിരിച്ചറിഞ്ഞ് പൊതുജനം എല്ലാ മണ്ഡലങ്ങളിലും NDAയ്ക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുരുത്തി ഭരതക്കാട് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. ചാക്കുട്ടി പീടിക, ചിങ്ങപുരം, ആര്യമ്പാടം കനാൽ പരിസരം, തച്ചിറത്തുകാവ് ക്ഷേത്ര പരിസരം, പാർലിക്കാട് സെന്റർ, മിണാലൂർ ബൈപ്പാസ്, വടക്കേക്കര, പുഞ്ചാണിമുക്ക് പഞ്ചായത്ത് കിണർ പരിസരം, അമ്പലപുരം, പെരിങ്ങണ്ടൂർ, അരവൂർ, ആര്യമ്പാടം, മുണ്ടത്തിക്കോട് സെന്റർ തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. NDA നേതാക്കളായ KK രഞ്ജിത്ത്, ബിജീഷ് അടാട്ട്, KR ഗിരീഷ്, രാധാകൃഷ്ണൻ, സുജയ്, കൗൺസിലർമാരായ ശ്രുതി സതീഷ്, E കൃഷ്ണനുണ്ണി, മിനി ടീച്ചർ, രാമപ്രസാദ് തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ ചടങ്ങുകളിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു.